നിന്റെ സ്ഥലത്ത് നീ ചെലവച്ച് എന്നെ ടെൻഷൻ ആക്കിയല്ലേ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കോടാ. വാടാ. അവൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ ഗണപതിയുടെ ശല വെച്ചില്ലേ, ആ ദേഷ്യത്തിലാ അവനിപ്പോ. വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനൊരു പണി കൊടുക്കും. അവൾക്ക് അവൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുക. എന്താണെന്നറിയാവോ, നമ്മളോടുള്ള പ്രതികാരം. അതുകൊണ്ടാ വെച്ചിട്ടുണ്ട്. ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന പണിയിലുണ്ടല്ലോ, അവൻ ഈ സ്ഥലം വിട്ട് ഓടി പാടില്ല ബ്രോ. സിൽക്ക് ഷർട്ട്, അവനൊരു സ്വർക്കമണ്ട. എന്താണിത്? ജ്യൂസ്. ആർക്കാ? എന്റെ മോന് തന്നെ. നിനക്ക് വേണോ? ഒന്ന് പോ സാറേ, എനിക്കൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ചോദിക്കേ, നിനക്ക് തരാം. ഈ പ്രായത്തിൽ അയാളുടെ കളി കണ്ടില്ല. അയാൾ എപ്പോഴും അങ്ങനെയാ മോനെ. മോനെ ജ്യൂസ്. എടാ ഹരീഷേ, ഗുണേ, നിങ്ങളെ MD വിളിക്കുന്നു, ചെല്ലേ. അയാള് പണി തന്നത് കണ്ടില്ലേ? ഞാൻ പണി കൊടുത്തത് കണ്ടില്ലേ? എന്താ ഹരീഷ്, പറയൂ സർ. കഴിഞ്ഞ ആഴ്ചത്തെ നിന്റെ പ്രോഗ്രാം എന്താ പാതി വഴിക്ക് നിർത്തിക്കളഞ്ഞത്? വന്നവര് മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു സർ. ഓഹോ, വഴക്കോട് കൂടിയാണ് വന്നത്. ഇനിയെങ്ങാനും അവരുടെ ഈ പ്രശ്നം മുഴുവൻ ടിവിയിലൂടെ പുറത്തറിഞ്ഞ് നാണക്കേടായാലോന്ന് കരുതി അവർ പ്രശ്നമൊക്കെ സംസാരിച്ച് തീർത്തു സർ. അയ്യോ ചേട്ടാ, അയ്യോ, എന്താ ഇത്? എന്നോട് ക്ഷമിക്ക് ചേട്ടാ. നിങ്ങളെ കുറിച്ച് പറഞ്ഞ നുണകളെല്ലാം വിശ്വസിച്ച് എന്റെ അമ്മ എന്നെ ഈ പ്രോഗ്രാമിന് കൂട്ടിയിട്ട് വന്നതാണ്. നിങ്ങളെ എന്നെ പിരിക്കാൻ വേണ്ടിയിട്ട് ഈ TV ചാനലിലുള്ളവര് ഈ കാരണം മതിയാവില്ല. നാട്ടിൽ നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നോട് നുണ പറയാൻ പറഞ്ഞെന്നെ നിർബന്ധിക്കാം. അയ്യോ, നമ്മൾ പറഞ്ഞു കൊടുത്തതല്ല, അങ്ങനെ തന്നെ പറയുന്നല്ലോ. ഞാനും അവര് പറയുന്നത് കേട്ട് നുണ പറഞ്ഞു. അയ്യോ, നമ്മൾ പിരിച്ചു വിട്ടത് എല്ലാം ഒന്ന് ചേർന്നല്ലേ ഈശ്വര, എന്താ ചെയ്യാ? എല്ലാരുടെ വാക്കും കേട്ട് ബുദ്ധിക്ക് എന്താ സംഭവിച്ച എന്റെ ഭാര്യ എന്നെ കുറിച്ച് തെറ്റായി പറഞ്ഞിരിക്കുകയാണ് സാർ. അവളത് മനസ്സിലാക്കി. ദയവേത് അതൊന്നും TV ചാനലിൽ ഇട്ടേക്കരുത് സാർ. ചേട്ടാ, ഇവിടെ TRPക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ളത് സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നവരെ ഒന്നിപ്പിക്കുന്നതാണ് എനിക്ക് സന്തോഷം. വാടക്കടോ, വന്നവരെ സംസാരിപ്പിക്കാത്ത തിരിച്ചയച്ചേക്കുന്നു. ഈ പ്രോഗ്രാമിന് മാത്രമല്ല, ഈ ചാനലിന് തന്നെ ആദരാഞ്ജലി പോസ്റ്റർ അടിച്ച് പോയിക്കൂടായിരുന്നു അങ്ങോട്ട്. എന്തുകൊണ്ടാ ഹിറ്റായത് പറയടോ? അവിഹിത പ്രണയം. ഇവന്റെ ഭാര്യ അവൻ വെച്ചോണ്ടിരിക്കുന്നു, അവന്റെ ഭാര്യ അവൻ വെച്ചോണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റ് ആയിട്ടല്ലേ പോയത്. ഇതേ നോക്കടോ, അവരായിട്ട് കോംപ്രമൈസ് ചെയ്താലും നമ്മൾ വിടരുത്. ഇളക്കി വിട്ടുകൊണ്ടേ ഇരിക്കണം. അവരുടെ ഉള്ളിലുള്ള സീക്രട്ട് പുറത്തു കൊണ്ടുവരണം. അതൊന്നും ചെയ്യാതെ ചുമ്മാ കിടന്ന് കൊണച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നോക്ക്, TRP റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ നോക്ക്. മനസ്സിലായോ? പോടോ, ഇവനൊക്കെ നന്മ കളിക്കാൻ നിൽക്കുന്നു. സാറേ, ഞാൻ വിനോദ സംസാരിക്കുന്നത്. പറഞ്ഞോ വിനോദേ. സാറേ, ഞാൻ കൊണ്ടുപോയി കുഞ്ഞിനെ വീട്ടിൽ ഇറക്കി വിട്ടായിരുന്നു സാറേ. ശരി, പറഞ്ഞോ സാറേ. അത് പിന്നെ സാറിൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കണമായിരുന്നു. എന്താ കാര്യം? ഒരു അനിയൻ ചെക്കനുണ്ടായിരുന്നു. അവനിവിടെ ഏരിയ തന്നെ ഒരുപാട് ഇങ്ങനെ വഴക്കുണ്ടാക്കി നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമില്ലാതെ നീ എന്റെ ആളിന്റെ പുറകെ ചുറ്റരുത്. ഇപ്പൊ അവള് എന്റേതാടാ. എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരടാ. 7 ദിവസത്തെ സാറ് വല്ലോ വർക്കുണ്ടെങ്കിൽ അവന് ഓഫീസിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് ഹെൽപ്പ് ആയിരിക്കും. നമ്മുടെ ഓഫീസിലോ? അതെ, നമ്മുടെ ഓഫീസിലാണ്. ശരി, അവനോട് വരാൻ പറഞ്ഞേക്ക്. ജനങ്ങളോട് സ്നേഹമില്ലാത്ത നമ്മുടെ ഏരിയയിൽ എനിക്കെന്ത് വിലയാ? എല്ലാരും നോക്കി നിൽക്കുമ്പോ എന്നെ ചാടിച്ചാടിയാടാ അവൻ കയറി അടിച്ചേ. അതെ ബ്രോ, അവന് നമുക്ക് തിരിച്ചടിക്കണ്ടേടാ. തിരിച്ചടിക്കണം ബ്രോ. വെറുതെ ജോലിക്ക് പോടാന്ന് പറഞ്ഞോണ്ടിരുന്ന ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനൊന്നുമല്ല പോകുന്നത്, റിസൈൻ ചെയ്യാനാ പോകുന്നത്. വന്നിട്ട് കാണിച്ചുതരാം ഞാൻ ആരാണെന്ന് അവനെ അറിയില്ല. റോട്ടിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കാതെ എന്റെ അടുത്ത് മാക്കറ്റ് കയറാണോ? ഏയ് സുമി, മറ്റേ ചാനലിലുള്ള പ്രോഗ്രാം ഒന്നും ശരിയല്ല. ബ്രോ ഈ ഓണറുടെ റൂം എവിടെയാ? ഓണർ റൂമോ? അതാ മോനെ ഈ TV കമ്പനിയുടെ ഓണർ. ഓ, MD റൂമോ? ഓണർ എന്ന് വെച്ചാ MD എന്നാണ്. അതുപോലും അറിയില്ലേ? MD തന്നെയാ. അങ്ങനെയാണോ? ഓണർ എന്ന് വെച്ചാൽ MD എന്നാണോ? ഇത് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചെന്നില്ലല്ലോ. നമ്മുടെ ഏരിയയിൽ പോയ ഉടനെ ഇതിനെ കുറിച്ച് മദർ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചേ തീരൂ. നിക്ക്, ആരാ നീ? ആരാ നിന്നെ അകത്ത് വിട്ടത്? എവിടെ പോണു? ആരെ കാണാൻ പോന്നു? MD കാണാനാ പോകുന്നത്. MD എന്റെ അടുത്ത് പറയാതെ നിന്റെ അടുത്ത് മാത്രം പറയുമോ? ശരി, നീ കൊറിയർ ഇടുന്ന പയ്യനല്ലേ? അല്ലല്ലോ.
വാട്ടർ ക്യാൻ ഇടുന്നോ? നീ എന്താ ഇടുന്നേ? എന്നെ കണ്ട മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? എന്താ കളിയാക്കുവാണാ? നീ കടൽ കണ്ടിട്ടുണ്ടോ? കാശിമേട് കണ്ടിട്ടുണ്ടോ? ഓർത്തു കളയുന്നെ നമ്മളെയാണ് നീ കളിയാക്കുന്നത്. പോയ നിന്നെ ഞാൻ വിട്ടുകളയ മോനെ. സാർ നമസ്കാരം സാറേ. ആ വാടോ, നീ വിനോദിന്റെ അതെ അനിയനല്ലേ? സാറേ. ആ, എന്താ ചെയ്യുന്നത്? സാറേ ഞാൻ വലിയ ഫുട്ബോൾ പ്ലെയറാ. ആ, ഐ എം വെരി ബിസി ഷെഡ്യൂൾ സാറേ. മോർണിംഗ് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യും, ഈവനിങ് ഞാൻ പോയി എന്റെ ആളെ കാണും. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവൾ എന്നെ തുറച്ചു നോക്കും. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കേട്ട് ഞാൻ സെറ്റിൽ ആവണം സാറേ. settle ആവും. ഇതാണ് സാറേ എന്റെ ആഗ്രഹം. നല്ല അംബീഷൻ തന്നെയാ. സാറേ ഈ ജോലിയൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല. ചേട്ടൻ അടുത്ത് പറഞ്ഞേക്ക്. ഞാനും അത് തന്നെയാ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാറേ. ഡേയ് പോടാ. പോടേ. സക്സസ് എടുത്തു കളഞ്ഞു. ഫുട്ബോൾ പ്ലെയറാ ഞാൻ. എന്റെ അടുത്ത് പോയി ക്യാമറ തുടക്കാൻ പറയുവാണോ? നിക്കേ, ഇപ്പൊ അങ്ങോട്ടാ പോണേ? നിനക്ക് ലെഫ്റ്റ് എൻട്രി, ഇങ്ങോട്ട് പോ. ക്യാമറ റൂം ഇതിനകത്തല്ലേ? ക്യാമറ റൂം ഇവിടെ തന്നെയാ. നീ പോകേണ്ടത് പുറത്ത്, അങ്ങോട്ട് പോ. ഏയ് നിന്റെ MD എന്നെ ജോലിക്ക് ചേർത്തറാ. ഞാൻ എല്ലാം കേട്ടു. നിന്നോട് ഒരു പുറത്തല്ലേ പോകാൻ പറഞ്ഞേ? അകത്ത് ക്യാമറമാൻ മഹേഷ് ഉണ്ടാവും. ആ ക്യാമറ എല്ലാം തുടച്ചു വെച്ചേക്ക്. ഞാനാ? ഡേയ് പോടാ. എന്താന്നറിയത്തില്ലല്ലോ, വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഒളിച്ചിരുന്ന് കേൾക്കുവാണെങ്കിൽ രണ്ട് കാതും കൊണ്ടും കേൾക്കാം. പോടാ. ഞാൻ ആരാണെന്ന് അറിയാതെ എന്തത് കൺഫ്യൂഷൻ ആയല്ലോ. എടാ മോനെ, എന്താ നിനക്ക് ഒരു ചാനൽ വർക്കിന് പറ്റിയ പയ്യനെ സെലക്ട് ചെയ്യാൻ അറിയില്ലേ നിനക്ക്? അവനെ കണ്ടാലേ ട്രെയിനിലും ബസ്സിലും പോക്കറ്റ് അടിക്കണ പയ്യന്റെ മാതിരിയുണ്ട്. കാതിൽ കമ്മലിട്ടിട്ടുണ്ട്, കഴുത്തിൽ ചെയിനിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണു. നീ എന്തോന്ന് ചിറ്റപ്പ? എന്താ നീ എല്ലാ ദിവസവും ചിറ്റപ്പൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ? ഡോ, പോവാനട്ടോ. ദേഷ്യമായിട്ടുണ്ട്. ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. പയ്യനാടാ നിന്റെ വാലെന്റെ അടുത്ത് ആട്ടണ്ടടാ. ഞാൻ നിന്നെ തൊടാതെ തന്നെ ഊതുവടാ നിനക്ക് ശങ്ക്. മോനെ ഇനി നീയാടാ എനിക്ക് എന്റർടൈൻമെന്റ്.